ഹായ്, ഗുഡ് മോർണിംഗ്. സമയം 9:30 AM ഇൻ ദ മോർണിംഗ്, രാവിലെ. അപ്പം ഇന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, പക്ഷേ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. നോക്കട്ടെ, അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ലോഗ്സ്. ഹായ്, ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഏതായാലും ഈ ബെൽഫാസ്റ്റിൻ്റെ ഈ ഭാഗത്ത് സിറ്റിക്കകത്ത് വന്നു. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ ക്യൂൻസ് ബ്രിഡ്ജ് എന്നാ വിളിച്ചു തന്നാൽ ഈ ക്യൂൻസ് ബ്രിഡ്ജിൻ്റെ ഭാഗവും ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ക്യൂൻസ് ബ്രിഡ്ജും അതിൻ്റെ ലേക്ക്, അതിന് പിന്നെ ഫിഷ്, പിന്നെ ഒരു ബേക്കൺ ഓഫ് ഹോപ്പ്, അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. ഓക്കെ. അപ്പോൾ ഇതാണ് ക്യൂൻസ് ബ്രിഡ്ജ്. ബെൽഫാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. സിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂൻസ് ബ്രിഡ്ജ് കാണാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് ക്യൂൻസ് എലിസബത്ത് ബ്രിഡ്ജ്. ഇത് ക്യൂൻസ് എലിസബത്ത് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ബെൽഫാസ്റ്റിൽ താമസിക്കുന്നവർക്കൊക്കെ ഇതറിയാം. എൻ്റെ വ്യൂവേഴ്സ് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ആണ് ക്യൂൻസ് എലിസബത്ത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ അവരൊരു ബോർഡും എഴുതിയിട്ടുണ്ട്, ക്യൂൻസ് എലിസബത്ത് ബ്രിഡ്ജ്. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഇത് പൂട്ടിയിട്ടേക്കോ. ഇതിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവരിവിടെ ഒരു ഗേറ്റൊക്കെ ഇവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഗേറ്റുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എനിക്ക് തോന്നുന്നൊരു കമ്പനിയാണ്, ലാഗൻസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, ലാഗൻസൈഡ്. അപ്പം അവരിപ്പോൾ ഇല്ല. അപ്പം അവരാണ് ഈ കാണുന്ന വാട്ടർ ഫ്രണ്ട് ഏരിയയൊക്കെ നിർമ്മിച്ചത് അവരാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ NI റെയിൽവേ ആണ് പോകുന്നത്. അപ്പം ഇതാണ് ഈ ലാഗൻ എന്ന് പറഞ്ഞ ലാഗൻസൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവരാണ് ഈ ലാഗൻസൈഡ് കോർപ്പറേഷൻ. ഇവരാണ് ഈ വാട്ടർ ഫ്രണ്ട് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ 1989. ദ ലാഗൻസൈഡ് കോർപ്പറേഷൻ വാസ് ചാർജ്ഡ് വിത്ത് സെക്യൂറിങ് റീജനറേഷൻ ഓഫ് ദ ലാഗൻസൈഡ് ഏരിയ. അപ്പോൾ അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കാണാം. പിന്നെ അതേപോലെ ഇപ്പം ഇവിടെ കുറച്ച് ഫോട്ടോസുണ്ട്. ഈ വാട്ടർ ഫ്രണ്ട് മുമ്പ് എങ്ങനെയായിരിക്കുന്നത്, ഫുള്ളി പൊല്യൂട്ടഡ് ആയിരുന്നു ഈ വാട്ടർ ഫ്രണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ലാഗൻസൈഡ് കോർപ്പറേഷൻ എടുത്തിട്ട് വാട്ടർ ഫ്രണ്ട് നല്ല വൃത്തിയും നല്ല മനോഹരമാക്കിയ അതിനെക്കുറിച്ചുള്ള ഫോട്ടോസാണ് ഇത്. കണ്ടോ, ദ റിവർ ബിഫോർ ലാഗൻസൈഡ് കോർപ്പറേഷൻ, ദ റിവർ ആഫ്റ്റർ ലാഗൻസൈഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ കലാപരമായ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തതും, ലൈക്ക് ബോട്ടിങ്, പിന്നെ എന്തൊക്കെയോ പരിപാടി ഈവൻറ്റ്സ് ഒക്കെ അവിടെ നടത്തിയത്. അപ്പോൾ ഇത് കണ്ട് കണ്ടോ,
പിന്നെ ജെറ്റ് സ്കീ, അങ്ങനെ ഓരോ ഈവൻറ്റ്സ്. ഇത് മനോഹരമാക്കിയ ശേഷം ഇവിടെ കുറേ കലാപരിപാടി നടന്നിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സ്റ്റാച്യുവിൻ്റെ പേരാണ് ഹാർമണി ഓഫ് ബെൽഫാസ്റ്റ്. ഹാർമണി ഓഫ് ബെൽഫാസ്റ്റ് എന്നാണ് ഈ സ്റ്റാച്യുവിൻ്റെ പേര് പറയുന്നത്. അതാണ്ട് ഈ നമ്മുടെ ഈ കാണുന്ന റിവർ ക്യൂൻസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഹാർമണി ബെൽഫാസ്റ്റ് സ്ട്രക്ചർ നല്ല രസമുണ്ട് കാണാൻ. ഈ ക്യൂൻസ് ബ്രിഡ്ജ് നമ്മുടെ ക്യൂൻ എലിസബത്ത് ആണ് ഉദ്ഘാടനം ചെയ്തത് 1879. അതാണ് കാണുന്നത്. ഇതൊരു വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്, നല്ല വലിയൊരു വാട്ടർ ഫ്രണ്ട് ഏരിയ ആണിത്. നമുക്കിവിടെ ഇവിടെ ഇതുണ്ടോ, ഇവിടെ നമുക്കിങ്ങനെ നടക്കാം. ഈ വാട്ടർ ഫ്രണ്ട് സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കാം. നല്ല ഏരിയ ആണ്. ഇവിടെ ഉണ്ട് ഒരു നടപ്പാത പോലെ. അങ്ങനെ നമുക്ക് അങ്ങോട്ട്, ഇതിൻ്റെ സിറ്റിയാണ്, അങ്ങോട്ട് നമുക്ക് സെൻറ്റ് ജോർജ് മാർക്കറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യവും ഇവിടുന്ന് കാണാം. അതാണ് ഇവിടെ. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി ഉള്ള വിഷ്വൽസൊക്കെ എടുക്കാം. ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ നടക്കാം. ഇവിടെ വെറുതെ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ നമുക്ക് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. സോ അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇല്ല. ബട്ട് യൂഷ്വലി സാറ്റർഡേസ് ആൻഡ് സൺഡേസിലൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നല്ല തിരക്കായിരിക്കും. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നു. പിന്നെ അതേപോലെ കഴിപ്പും കുടിയുമായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു ഏരിയ. നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇന്നത്തിൽ ഞാൻ തന്നെ നിങ്ങളെ കാണിക്കാം. കണ്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു കോഫി ഷോപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പ്. എനിക്ക് കോഫിയുടെ മെഷീൻസൊക്കെ കാണാം. കണ്ടോ, അത് കണ്ടോ, ഇവിടെ ഒരു കോഫി മെഷീനൊക്കെ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു കോഫി ഷോപ്പ് പോലെ ഒരു ആംബിയൻസിൽ ക്രിയേറ്റ് ചെയ്ത സാധനമാണെന്ന് തോന്നുന്നു. അതായിരിക്കാം ദ ബാർജ്, അതായിരിക്കും അതിൻ്റെ പേര്, ബാർജ്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ദ ബെൽഫാസ്റ്റ് ബാർജ് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇവിടെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, വിവരങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം ഇതിൻ്റെ വിവരമെന്ന് അവർ എഴുതിയിരിക്കുന്നത് ക്യൂൻസ് ബ്രിഡ്ജ് ബെൽഫാസ്റ്റ്. ഇത് 100 of years raw materials such as coal, metal, ores, timber, cotton and grain were imported into Belfast docks. They were then loaded into barges called lighters and transported along the Irish Canal network for distribution throughout the region. Finished goods such as linen and a range of foodstuffs were brought back to Belfast for export. അപ്പം ഇത് യൂഷ്വലി കച്ചവടം, ഇതൊരു കൊമേർഷ്യൽ ഹബ്ബായിട്ടായിരുന്നു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്ന ബാർജ് എന്ന് പറഞ്ഞത് അതാണ്. ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതിയത് പണ്ട് പിന്നെ കൽക്കരിയും പിന്നെ നമ്മുടെ മെറ്റൽ ഓർസ്, പിന്നെ തടി, കോട്ടൺ, ഗ്രെയിൻസ്, ഇതിനുള്ള എല്ലാ സാധനവും ഇവിടെ ആയിരുന്നു അവർ കൊണ്ടിരുന്നത്. അതായിരുന്നു ഇതിൻ്റെ ചരിത്രമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ കുറേ ഒരു കാര്യം അവർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് വായിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഇത് എടുത്ത് വെക്കാം. എല്ലാം വായിക്കാനുള്ള നമുക്ക്
ടൈം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ, വീഡിയോ കാണുന്നവർ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളെ സൈക്ലിംഗ് ബോട്ട് പോലെ, സൈക്ലിംഗ് ബോട്ടാണ് ഇവിടുത്തെ. പക്ഷേ ഇന്നത് എനിക്ക് തോന്നുന്നു എന്നാ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. പക്ഷേ അങ്ങനെ സംഭവമാണ്, കണ്ടോ? മുമ്പേ ഒരു സംഭവം കാണിച്ചല്ലേ, ഒരു നമ്മൾ ഈ വാട്ടറിൽ സൈക്കിൾ പോലെ സംഭവം, അതിൻ്റെ പേരാണ് ഹൈഡ്രോ ബൈക്കിംഗ് ഓൺ ദ ലാഗൻ. അപ്പം ഇതാണ് ഇവിടെ ലാഗൻ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇത് ട്രൈ ചെയ്യണമെങ്കിൽ ഇവിടെ വരാൻ കേട്ടോ. എനിക്കിതിൻ്റെ കോസ്റ്റ് ഒന്നും അറിയത്തില്ല, ചിലപ്പം ഇത് നമ്മുടെ ഗൂഗിൾ വല്ലതും തപ്പി കഴിഞ്ഞാൽ കാണാം. ഇതാണ് സംഭവം, കണ്ടോ? ഇതിൽ കയറിയിട്ട് നമുക്ക് ഇത് ചുമ്മാ ഒരു ഫണ്ണാണ്, ഒരു ഫൺ റൈഡ് പോലെ സംഭവമാണ് ഇത്, കണ്ടോ? ഇവിടെ ഒരു വീട് കണ്ടോ? വീടല്ല, ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു ഫ്ലാറ്റ് പോലാണ്. എന്താണെന്ന് എനിക്ക് അതിൻ്റെ എക്സാക്റ്റ് പേര് അറിയത്തില്ല. ബട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നാ വ്യൂ ആണ്, ഈ റിവർ സൈഡിലൊക്കെ ഇരിക്കുന്നവരൊക്കെ. അടിപൊളിയാണ് ഇവിടെ താമസിക്കുന്നതൊക്കെ. ഈ റിവറിൻ്റെ ഫ്രണ്ട് വ്യൂവിലൊക്കെ ഇരുന്ന സമയങ്ങളിൽ അടിപൊളി. ഇവിടെ നമ്മുടെ ഒരു ഹോട്ടൽ, ഹിൽട്ടൺ ഹോട്ടൽ ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഹിൽട്ടൺ ഹോട്ടൽ. ഇത് ഈ റിവർ സൈഡിൻ്റെ സമീപത്ത് തന്നെയാണ്. പക്ഷെ നല്ല സ്പോട്ടാണ്, ചുമ്മാ ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല സ്പോട്ടാണ്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ലാഗൻ റെയിൽവേ ബ്രിഡ്ജ്. ലഗാൻ റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജ്, ഇവിടെ ബ്രിഡ്ജ്. അതാണ് ഈ ബ്രിഡ്ജ് കാണുന്നത്. റെയിൽവേ, എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്, അത് തന്നെ. അപ്പം അതൊരു മെയിൻ റോഡാണ്. അതുകൊണ്ട് അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷൻ കാണാമല്ലോ, കണ്ടോ? കാണിച്ചുതരാം. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ ഇവിടുത്തെ. ലയണൻ പാലസ്, ലയണൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നത്. എനിക്കൊന്ന് ഇതേ ഉള്ളൂ. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പുറത്ത് ക്രോസ് ചെയ്ത് അതാണ് ഇവിടുത്തെ ഈ ബ്രിഡ്ജ്, ലാഗൻ റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തും പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി അവിടെയും കൂടെ നമുക്ക് ഇനി അങ്ങോട്ട് ഫിഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് കാണാം. അപ്പോൾ ഞാൻ മുമ്പേ ഇങ്ങനൊരു ബിൽഡിംഗ് ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തുവന്ന് എനിക്ക് മനസ്സിലായത്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പേരാണ് വാട്ടർ ഫ്രണ്ട് ഹോളാണ്. ഇത് ആർക്കിടെക്ചർ ഹോളല്ലേ, ഫുൾ ഗ്ലാസ്സാണ്, അടിപൊളി. വാട്ടർ ഫ്രണ്ട് ഹോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ എന്തെങ്കിലും പിന്നെ ഈവൻറ്റ്സ് ഒക്കെ നടക്കാൻ വേണ്ടിയുള്ള സംഭവമാണിത്.
ഒരു പ്രതിമ ഇങ്ങനെ ഇരിക്കുന്നത്. ആരാ എന്തോന്നും അറിയത്തില്ല. അത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തോ ഇത് ഇവിടെ എന്തോ എഴുതി. ബ്രൂവിങ്, തോമസ് ക്രാഫറി ബ്രൂവിങ് കമ്പനി, ബാസ് അയർലൻഡ് ലിമിറ്റഡ്. എന്തോ ഒരു ബ്രൂവിങ്ങിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടോ ബന്ധപ്പെടുത്തിയുള്ള സ്റ്റാച്ചു പോലെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുക്കുക. വൈകുന്നേരം വന്നാലേ ഇതിൻ്റെ വൈബ്സ് അറിയുള്ളൂ കേട്ടോ. ഇപ്പം എല്ലാവരും ഈ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടൊന്നും അറിയത്തില്ല. യൂഷ്വലി വീക്കെൻഡ്സിലൊക്കെ. പിന്നെ എനിക്കിപ്പോൾ ഇത് കാണിക്കണമെങ്കിൽ എനിക്ക് ഈ ടൈമേ പറ്റുള്ളൂ. എൻ്റെ ജോലി സമയം ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഫ്രീ ടൈമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ. നോക്കാം, നമുക്കൊരു ദിവസം ഈവനിങ് വൈബ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം. ഇവിടെ ഇങ്ങനെ കുറേ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഫ്രണ്ട് ഹോൾ, മൾട്ടി സ്റ്റോർ കാർ പാർക്ക്, ഹിൽട്ടൺ ഹോട്ടൽ, എങ്ങോട്ടാന്നുള്ള ഡയറക്ഷൻസും ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ഫ്രണ്ട് ഹോൾ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയാണ്, സ്ട്രക്ചർ അടിപൊളിയാണ്. അതിൻ്റെ ആംബിയൻസും അതിൻ്റെ മുറ്റവും ഒക്കെ അടിപൊളിയാണ്. ഇതാണ്ടോ, ഇത് നമുക്ക് റെൻറ്റിന് എടുക്കുന്ന ബൈക്കാണ്. കണ്ടോ, ഇത് റെൻറ്റിനെടുത്ത് നമുക്ക് ഇവിടെ ടോക്കൺ ഇട്ടിട്ട്, എനിക്കൊന്ന് ടോക്കൺ ആണെന്നോ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്, കണ്ടോ, ഇത് ബെൽഫാസ്റ്റ് ബൈക്ക് ഫ്രാങ്ക് ഹോണസ്റ്റ് ടു രജിസ്റ്റർ യു മസ്റ്റ് അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻ ഓപ്പറേറ്റഡ്. ഇവിടെ ഉണ്ട് ബെൽഫാസ്റ്റ് ബൈക്സ് .co.uk ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ അതിൻ്റെ ആപ്പ് വെച്ചിട്ടായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് അതിൽ കൂടെ പോയിട്ടായിരിക്കും ഇത് എടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഈ ബൈക്സ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ഫുള്ള് ചുമ്മാ ഇങ്ങനെ കറങ്ങാം. ഈ മാസീവ് സ്ട്രക്ചറിൻ്റെ പിന്നെ ഇതിൻ്റെ ഉടമസ്ഥർ ബെൽഫാസ്റ്റ് സിറ്റി കൗൺസിലാണ്. ഇവരാണ് ഇവിടെ അവരുടെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുക. ബെൽഫാസ്റ്റ് സിറ്റി കൗൺസിൽ വലിയ ഹോളാണ്. അപ്പം ഇവിടെയൊക്കെ എന്തെങ്കിലും ഈവൻ്റൊക്കെ നടത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടാന്ന് തോന്നുന്നു നടക്കുന്നത്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഓഫീസിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ അകമൊക്കെ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കാണുന്നത്. അടിപൊളി, നല്ല ഓഫീസുകളൊക്കെ ഉണ്ടാവും. ഇവിടെയും കണ്ടോ വലിയ ബിൽഡിങ്സ് ഉണ്ട്, കണ്ടോ. ലൈക്ക് ഹൈ റൈസ് ബിൽഡിംഗ് ഒന്നുമല്ല, ഒരു നോർമൽ ബിൽഡിങ്സ് ആണ് ഇവിടെ കാണുന്നത്. ഒക്കെ ഒത്തിരി ഹൈ റൈസ് നോർമൽ. വാട്ടർ ഫ്രണ്ട് ഹോൾ സിറ്റി സെൻറ്ററിൻ്റെ ഇവിടെ ഒരു എഴുതിയിരിക്കുന്നത്. ഇത് 1997 ഈ ഓപ്പൺ ചെയ്തത്. ഇതാണ് 1997. ദി ബെൽഫാസ്റ്റ് മാഗ്നിഫിഷൻറ്റ് വാട്ടർ ഫ്രണ്ട് ഹോൾ ഓപ്പൺ ഫോർ ബിസിനസ് ഓൺ ലാനിയൻ പ്ലേസ്. ഇറ്റ് വാസ് 5 years in the design, planning and building, and the city takes real pride in this splendid glass-fronted circular concrete hall, which at night appears to float on the river Lagan on whose bank it stands. ഉണ്ടോ, ഇത് അതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു പിക്ചർ ഉണ്ടോ, ഫുള്ള് ലൈറ്റ് ഇട്ട് 1997 ഓപ്പൺ ചെയ്തതാണിത്. ഇത് സൂപ്പർബ് സർക്കുലർ ഓഡിറ്റോറിയം ഉണ്ട്, വിച്ച് ഹാസ് എ സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 2235. 2235 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പെർഫോമൻസ് ഓഫ് എവറി ടേസ്റ്റ് ആൻഡ് സ്റ്റൈൽ ഫ്രം റോക്ക്, ഒപ്പറ, ബാലറ്റ്, ക്ലാസിക്കൽ മ്യൂസിക്,
ത്രൂ ടു പാൻറ്റോമൈം ആൻഡ് സ്റ്റാൻഡപ്പ് കോമഡി. ഇതെല്ലാം നടക്കുന്നത് ഇവിടെ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഈവൻറ്റ്സ് ഒക്കെ ഇവിടെ നടക്കുന്നത്. അല്ല, അതിൻ്റെ ഒരു പിക്ചറുണ്ട് അകത്ത്. അതാണ് വാട്ടർ ഫ്രണ്ട് ഫോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇത് നല്ലൊരു ഒരു സ്റ്റാച്യൂസ് ആയിട്ടേക്കുന്നല്ലേ, നല്ല രസമുണ്ട്. ഞാൻ മുമ്പ് ഈ റിവറിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഈ റിവറിൻ്റെ പേരാണ് ലാഗൻ റിവർ. ലഗാൻ റിവർ എന്നാണ്. എങ്ങനെ വേണോ പ്രൊണൗൺസ് ചെയ്യാം, ലഗാനോ ലഗാൻ റിവർ. ഇതാണ് ലഗാൻ റിവർ. ലഗാൻ റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ എനിക്കൊന്ന് ബോട്ടിങ് ഉണ്ടോ എന്നറിയത്തില്ല. പിന്നെ എന്തെങ്കിലും കാണുമായിരിക്കും, ഒന്നും കാണുന്നില്ല. ഏതെങ്കിലും കമ്പനിയുടെ ഒന്നും കാണുന്നില്ല. പിന്നെ ജസ്റ്റ് ഫ്യൂ ഇമേജസ് ഇവിടെ ഇങ്ങനെ ഫ്യൂ ഇമേജസ് വാട്ട് യു ക്യാൻ സീ ഓൺ ദ റിവർ ലാഗൻ അറ്റ് ദ മൊമെൻറ്റ്. മുന്നിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. സ്വാൻ, ഇങ്ങനെ ബേർഡ്സ് പറക്കുന്നതും. ബേർഡ്സാണ്, ടോട്ടലി ബേർഡ്സ്. ഈ ഇവിടെ ഒരു ബേർഡ്സാണ്. പലതരത്തിലെ ബേർഡ്സുകളെ നമുക്ക് കാണാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എമർജൻസി സർവീസാണ് ഇവിടേക്കുണ്ടോ, എമർജൻസി സർവീസസ് ഉള്ളു. അപ്പോൾ നമുക്ക് ഇവിടെ ബോട്ടിങ് നടത്താൻ പറ്റില്ല. സോ അതാണ് ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പം ഇവിടെ വേറെ സംഭവങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. റിവർ ലാഗൻ വേർ. അത് ഐറിഷ് ഭാഷയിലാണ് തോന്നുന്നത്. റിവർ ലാഗൻ എന്നാണ്. ഇവിടെ ഉണ്ട് ഫിഷ്, സ്പ്ലെൻഡഡ് 10 meter long sculpture ദ ബിഗ് ഫിഷ്. ഇതൊരു വലിയൊരു സ്പോട്ടാണ് ബെൽഫാസ്റ്റിൽ. ബിഗ് ഫിഷ് എന്ന് ഗൂഗിൾ അടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ സ്പോട്ട് കാണിക്കും. അൺവീൽഡ് ഇൻ 1999. ദ ലോക്കൽ ആർട്ടിസ്റ്റ് ജോൺ ഹാർട്ട്നസ്, ലോക്കൽ ആർട്ടിസ്റ്റാണ് ഇത് നിർമ്മിച്ചത്. അയാളുടെ സിംബലൈസസ് ദ റീബർത്ത് ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ ദ റിവർ ലാഗൻ ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്. പിന്നെ ഇവിടെ ഉണ്ട് when the Laganweir gates are up, boats cannot cross. No such restrictions apply to popular visitors. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു കോമൺ സീലിനെ കാണാമെന്നാണ് എഴുതിയിരിക്കുന്നത്. യു ആർ ഹിയർ. ഓക്കെ. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് ലാഗൻവെയർ. അപ്പം എൻ്റെ ഇപ്പുറത്ത് ബെൽഫാസ്റ്റ് സിറ്റി ഹോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് സാൽമൺ. അതും ഉണ്ടോ ഇവിടെ. These handsome fish are well named from the Latin for leaper. They have been known to leap 3 meters, that is 10 feet, when traveling up river to spawn. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതും പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണിത്. സാൽമൺ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഇവിടെ തന്നിരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു പണ്ട് ഇത് ഭയങ്കര ടൈഡ്, ലോ ടൈഡ്, അതേപോലെ ഹൈ ടൈഡൊക്കെ വരുന്ന സമയം ഉണ്ടായിരുന്നു. അത് പ്രയർ ടു ദിസ് ലാഗൻ വാട്ടർ ലെവൽ വേരിയഡ് ബൈ 3 meters between high and low tide. This means that every low tide, unsightly and smelly mudflats were exposed as far up the river as Hormu embankment. The lagoon is no longer tidal above the weir as it maintains a constant minimum water level upstream. അപ്പം ഇതിലൊത്തിരി മാറ്റങ്ങൾ വരുത്തിയെന്നാണ് ഇവിടെ ഒരു പറഞ്ഞേക്കുന്നത് ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് വായിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന, നടക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ടൈപ്പ്. ഗ്ലാസ് സൈഡിലെല്ലാം ഗ്ലാസ്, ഒരു സൈഡ് ഗ്ലാസ്, ഒരു സൈഡ് ഫെൻസ് ചെയ്ത ടൈപ്പിലുള്ള ഒരു ബ്രിഡ്ജാണ്. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്
ഹലോ. പിന്നെ ഇതാണ് നമ്മൾ പറയുന്ന ഫിഷ്, ദ ബിഗ് ഫിഷ്. ഓരോരുത്തർ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് ഫിഷ്, ദ ബിഗ് ഫിഷ്. ഇവിടുത്തെ ഇവിടെ കൂടെ ഇത് പോകുന്നുണ്ടോ നമ്മുടെ NI റെയിൽവേസ്. ഇതാണ് ഇവിടുത്തെ നോർത്തേൺ അയർലൻഡ് ട്രെയിന്. ബിഗ് ഫിഷ്. ഇത് നമ്മ മണ്ടേ കൂടെ കണ്ടോ ഈ ഇതിനകത്തിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ആൾക്കാർ നടക്കുകയും ചെയ്യാം, സൈക്കിൾ ചെയ്യാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ വ്യൂവും, ഈ മനോഹരമായ ലേക്കിൻ്റെ വ്യൂവും കണ്ടോ ഇതും കാണാം. പിന്നെ ഇവിടെ ബെഞ്ച് പോലുള്ള സംവിധാനമൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ. കണ്ടോ ഈ ലേക്കിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാലും അവിടെ എനിക്ക് തോന്നുന്ന ചെറിയ കടകൾ, കോഫി ഷോപ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ മഞ്ഞ റൂഫ് പോലെ കാണുന്നത് അത് കോഫി ഷോപ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കാണാം. നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ പേര് വെൽക്കം ടു ക്വീൻസ് കീ എന്നാണ് പറയുന്നത്. QUAY എന്ന് പറഞ്ഞാൽ കീ എന്നാണ്. അതാണ് അവർ പറയുന്നത്, വെൽക്കം ടു ക്വീൻസ് കീ ഓൺ ദി മാരിടൈം മൈൽ. അവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോഫി ഷോപ്പാണ് ഈ കാണുന്നത്. ഇതൊരു കോഫി ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനും ഇവിടെ നിന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം, ലൈറ്റായിട്ടുള്ള സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏരിയ. നല്ല ആംബിയൻസ്. ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഈ നമ്മുടെ ഈ റിവറിൻ്റെയൊക്കെ മനോഹരിതയൊക്കെ ആസ്വദിച്ച് ഇവിടുന്ന് ഒരു കോഫി കുടിക്കുക എന്ന് തന്നെ നല്ല ഒരു സുഖം, രസമല്ലേ. ഞാനിവിടെ നിന്നൊന്നും മേടിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് ഉച്ച കഴിയുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പം കോഫി കുടിക്കും. ഞാൻ രാവിലെ ഒരു കോഫി കുടിച്ചു, ഇനിയിപ്പോൾ ഒരു കോഫി, പിന്നെ ഈ മധുരമുള്ള സ്നാക്സ് ഒക്കെ ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കുക. പക്ഷേ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം ഉച്ചയായേ ഉള്ളൂ, 12 മണി കഴിഞ്ഞേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയോ എന്താണ് ഇത്? ബെൽഫാസ്റ്റിലെ ഒരു മെയിൻ ഒരു ഐക്കണാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ക്രെയിനാണ്. ഇത് ഹാനൽസ് ആൻഡ് വൂൾഫ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. ഇത് പഴയ കമ്പനിയാണ്. നമ്മുടെ ബെൽഫാസ്റ്റിലെ ടൈറ്റാനിക്കൊക്കെ ബിൽഡ് ചെയ്തതിൻ്റെ ചെയർമാനാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതാണ് HW എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോമൺ ആണ്, ബെൽഫാസ്റ്റ് വരുമ്പം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. എവിടെ നിന്ന് ബെൽഫാസ്റ്റ് സിറ്റിക്കകത്ത് വരുമ്പോൾ എവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. HW, ഹാരോൾഡ് ആൻഡ് വൂൾഫ്. ഇതിൻ്റെ ചെയർമാനാണ് നമ്മുടെ ഈ ടൈറ്റാനിക്കിൻ്റെ ബിൽഡ് ചെയ്യാനൊക്കെ നിന്ന് അതിൻ്റെ ചെയർമാനാണ്. അയാളുടെ പേര് ഞാൻ നേരത്തെ നമ്മുടെ ഇതിൽ എന്താണ് അതിൻ്റെ പേര്, ഇതിൻ്റെ ചെയർമാനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏതറിയോ, നമ്മുടെ ബെൽഫാസ്റ്റ് സിറ്റി ടൂർ നടത്തിയില്ലേ, ബെൽഫാസ്റ്റ് സിറ്റി, അതിനകത്തിലുണ്ടായിരുന്നു. അതിനകത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൽ കണ്ടാൽ മതി. അതിൻ്റെ അയാളുടെ ചിത്രമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ. കണ്ട ആ കാണുന്ന ഏരിയയില്ലേ,
അവിടെയാണ് ടൈറ്റാനിക് ബിൽഡ് ചെയ്തത്, ഇറക്കിയത്. അത് ടൈറ്റാനിക് ക്വാർട്ടേഴ്സ് എന്നാണ് പറയുന്നത് ആ ഭാഗത്ത്. നമ്മളിനിയും നെക്സ്റ്റ് വീഡിയോയിൽ ടൈറ്റാനിക്കിൻ്റെ ക്വാർട്ടേഴ്സ്, ടൈറ്റാനിക് മ്യൂസിയംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അത് അവിടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അത് വലിയൊരു ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ്, ഐറിഷ് സീ ആണ്. അതാണ് അവിടെ കപ്പലൊക്കെ വന്ന് എടുക്കുന്ന സംഭവം. അവിടെ ഒരു കപ്പലെടുക്കുന്നുണ്ടോ? പക്ഷേ കാണാം, ഉണ്ടോ കപ്പലെടുക്കുന്നുണ്ടോ? സൂമിലാണ്, ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല, ബട്ട് നിങ്ങൾക്ക് കാണാം, ഉണ്ടോ? അപ്പോൾ നമ്മൾ അവിടെ രേഖപ്പെടുത്തിയ പോലെ നമുക്ക് കുറച്ച് ബേർഡ്സിനെ കണ്ട് ഇവിടെ കാണാം. സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ഉണ്ടോ, ഇതൊരു ബേർഡ്. ഇതിൻ്റെ ബേർഡിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതാണ് ബേർഡ്. കൊള്ളാമല്ലേ, നല്ലൊരു പുള്ളിക്കാരൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. പിന്നെ അതേപോലെ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട്, കണ്ടോ? അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ബേർഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാണ് അവർ പറയുന്നത്, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബേർഡ്സിനെ കാണാമെന്നാണ് അവർ പറയുന്നത്. അതേ ഉള്ളൂ, അതേ, വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഉണ്ട്, അത് നമ്മുടെ അവിടുത്തെ ടൈറ്റാനിക് ക്വാർട്ടേഴ്സാണ് ആ കാണുന്നത്. ആ ഷിപ്പൊക്കെ കാണുന്നിടത്ത് അത് ടൈറ്റാനിക് ക്വാർട്ടേഴ്സാണ്, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അവിടെ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് ഈ പറയുന്ന ഹാരൽഡ് ആൻഡ് വൂൾഫ് ഷിപ്പിംഗ് കമ്പനിയാണ്. പഴയ ഷിപ്പിംഗ് കമ്പനിയാണ്, ഒത്തിരി വർഷത്തെ ചരിത്രമുണ്ട്. ഇതാണ് ടൈറ്റാനിക് ക്വാർട്ടേഴ്സൊക്കെ, ടൈറ്റാനിക് ഷിപ്പ് നിർമ്മിച്ച ആൾക്കാരൊക്കെയാണ് എന്ന് പറയുന്നത്. അതെൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ്, അതും കാണാം. ആ കാണുന്ന ആണ് ആൽബർട്ട് മെമ്മോറിയൽ ക്ലോക്ക്. ആൽബർട്ട് മെമ്മോറിയൽ ക്ലോക്കാണ് കാണുന്നത്. അതിന് ചെറിയൊരു ചരിവുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനൊരു ചെറിയ നമ്മുടെ പിസ ടവറില്ലേ, നമ്മൾ ഇറ്റലിയിലെ, അതിൻ്റെ ഏകദേശം അതിന് സിമിലറായിട്ട് ഇതിനൊരു ചരിവുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത് പോയി ഞാൻ കാണിക്കാം അത്. ഓക്കെ, ഇതൊരു വർക്കിംഗ് ക്ലോക്കാണ്. ഇപ്പം സമയം 12 മണിയായി. ഇത് ബെല്ലടിക്കുന്നുണ്ടോ? ആൽബർട്ട് ക്ലോക്ക് 12 മണിയായപ്പോൾ ബെല്ലടിച്ചു. അപ്പോൾ ആൽബർട്ട് ക്ലോക്കിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാന്ന് നോക്കാം. Albert Memorial Clock is one of the Belfast's best loved landmark and is affectionately known as the city's very own leaning tower. കണ്ടോ, ലീനിങ് ടവറാണ് ഇത്. ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റാൻഡിങ് 35 meters high and constructed mainly of sandstones. It was built on wooden piles on reclaimed marshy land around the river forest. Over the years, subsidence of its foundations has caused the clock to adopt a lean of 1.25 meters from the vertical. This situation caused at least one Belfast wit to comment that the Albert clock has both the time and inclination. The Albert Memorial Clock was built as a memorial to Queen Victoria's husband, Prince Albert, who died in 1861. The construction cost of 2,500 was raised by the public subscription. Work on the structure commenced in 1865 and was completed in 1869. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ചുള്ളത്. കണ്ടോ, ആൽബർട്ട് ക്ലോക്ക്.
പറയുന്നത്. എനിക്കിവിടെ നിൽക്കുമ്പം ഒരു ചരിവ് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അവർ പറയുന്നത് അത് ലീൻ ചെയ്യുന്നത് 1.25 മീറ്റർ എന്നല്ല പറഞ്ഞത് അല്ലേ, 1.25 മീറ്റേഴ്സ് ഫ്രം വെർട്ടിക്കൽ നിന്ന് നമ്മുടെ നേരെ നിന്ന് ഒരു 1.25 മീറ്റേഴ്സ് ചരിവുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് ഇതിലിടാം, പോർട്രേറ്റ് മോഡിൽ ലാൻഡ്സ്കേപ്പിൽ നിന്ന് പോർട്രേറ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നോക്കാം നോക്കിയേ, കണ്ടോ? ഇനി ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ, ചരിവുണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറയണം. ചിലപ്പോൾ ഉണ്ടായിരിക്കും. എനിക്കിവിടെ അടുത്ത് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് ചരിവ് തോന്നുന്നു, അറിയാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് അതുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും സ്ട്രക്ചർ അടിപൊളിയാണ്. 2500 പൗണ്ടിനാണ് ഇത് പണിഞ്ഞതെന്നാണ് പറഞ്ഞത്. ഇത് 1869 അല്ലേ പറഞ്ഞത്, അതാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഡിസൈൻസ് ഒക്കെ ഉള്ളതാണ്. ബെൽഫാസ്റ്റ് വരുമ്പോൾ ആൽബർട്ട് മെമ്മോറിയൽ ക്ലോക്ക് അതൊരു സ്പോട്ടാണ്, കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഇത്. വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഇത്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ആൽബർട്ട് മെമ്മോറിയൽ ക്ലോക്ക്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ്.